നമസ്കാരം. ഓണക്കാലത്ത് വിലക്കയറ്റത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ സപ്ലൈകോ തന്നെ അരിയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിന് ന്യായീകരിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഇപ്പോഴും പൊതുവിപണിയേക്കാൾ വില കുറച്ചാണ് സപ്ലൈകോയിൽ നൽകുന്നത് എന്നതാണ് മന്ത്രിയുടെ വാദം. 46 രൂപ വിലയുള്ള പഞ്ചസാര 33 രൂപയ്ക്ക് നൽകുന്നത് വിലക്കയറ്റമാണോ എന്ന് മന്ത്രി ചോദിക്കുന്നു. സർക്കാരിന്റെ വിപണി ഇടപെടലിൽ ഓരോ ഉൽപ്പന്നത്തിനും കുറയുന്നത് 10-12 രൂപയാണെന്നും മന്ത്രി പറഞ്ഞു. വിലക്കയറ്റത്താൽ നട്ടം തിരിഞ്ഞ ജനങ്ങൾ ഓണക്കാലത്ത് സപ്ലൈകോയിലെത്തിയപ്പോൾ പഞ്ചസാരയുടെയും അരിയുടെയും ഉൾപ്പെടെയുള്ള വിലവർധന കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മന്ത്രിയുടെ ന്യായീകരണം. ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പൊതുവിപണിയേക്കാൾ വിലക്കുറവ് സപ്ലൈകോയിൽ തന്നെയാണെന്നും ഇന്ത്യയിൽ വേറെ ഏത് സർക്കാർ സ്ഥാപനം ഇത് ചെയ്യുന്നുണ്ടെന്നും മന്ത്രി ചോദിച്ചു. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയിരുന്നു. പഞ്ചസാരയ്ക്ക് 6 രൂപയും തുവരപ്പരിപ്പിന് 4 രൂപയും അരിക്ക് 3 രൂപയുമാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുമ്പാണ് സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിട്ട് വാരാൻ സപ്ലൈകോ തീരുമാനമെടുത്തത്. ഓണക്കാലത്ത് വിലക്കയറ്റം രൂക്ഷമാകുമെന്നും അത് തടയാൻ നടപടി വേണമെന്നും സപ്ലൈകോ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത് 2 ആഴ്ച മുൻപാണ്. തൊട്ടു പിന്നാലെ 225 കോടി കീഴ്മേൽ നോക്കാതെ സർക്കാർ എടുത്ത് സപ്ലൈകോയ്ക്ക് കൊടുത്തു. പൈസ കിട്ടിയതോടെ സപ്ലൈകോയുടെ വിധ മാറി. കിലോഗ്രാമിന് 30 രൂപയ്ക്ക് നൽകിയിരുന്ന മട്ടയരിയുടെ വില 33 രൂപയാകും. പഞ്ചസാരയുടെ വില കിലോയ്ക്ക് 27 രൂപയിൽ നിന്ന് 33 രൂപയാകും. പൊതുവിപണിയിലെ വിലക്കയറ്റം മൂലം പഞ്ചസാരയുടെയും FCIയിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വാങ്ങുന്നതിനാൽ സബ്സിഡി പച്ചരിയുടെയും വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും ഏറെ പ്രിയമുള്ള മട്ടയരിയുടെ കാര്യം പറഞ്ഞില്ല. പച്ചരിക്കും മട്ടയ്ക്കും പുറമെ കുറുവ, ജയ എന്നീ അരി ഇനങ്ങളും സബ്സിഡി ഇനങ്ങളായി സപ്ലൈകോ നൽകുന്നുണ്ട്. പച്ചരി വില കിലോഗ്രാമിന് 26 നിന്ന് 29 രൂപ ആക്കേണ്ടി വരുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും നിലവിൽ വന്നിട്ടില്ല. 13 ഇനം സബ്സിഡി സാധനങ്ങളിലെ 4 ഇനം അരിയിൽ ജയയ്ക്ക് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത്. തുവരപ്പരിപ്പിന്റെ വില കിലോഗ്രാമിന് 111 രൂപയിൽ നിന്ന് 115 ആക്കി. ചെറുപയറിന്റെ വില 92 രൂപയിൽ നിന്ന് 90 ആയി കുറച്ചു. പഞ്ചസാരയുടെ വില കിലോയ്ക്ക് 27 രൂപയിൽ നിന്ന് 33 ആക്കി. പൊതുവിപണിയിലേതിന് ആനുപാതികമായി സബ്സിഡി സാധനങ്ങളുടെ വിലയും പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. വിതരണക്കാർ കൂടിയ നിരക്ക് ഈ ടെൻഡറിൽ കോട്ട് ചെയ്തതാണ് മട്ട അരി വില കൂട്ടാൻ ഇടയാക്കിയതെന്ന് സൂചനയുണ്ട്. വിതരണക്കാർക്ക് പണം നൽകാതെ 600 കോടി രൂപയിലേറെ കുടിശ്ശിക വന്നതോടെ പലരും ടെൻഡറിൽ പങ്കെടുത്തില്ല. 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പൊതുവിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അതത് മാസം പരിഷ്കരിക്കുന്ന രീതി ഫെബ്രുവരി മുതൽ സപ്ലൈകോ നടപ്പാക്കിയിരുന്നു. റേഷൻ കട വഴി മഞ്ഞ കാർഡ് ഉടമകൾക്ക് നൽകുന്ന 1 കിലോഗ്രാം പഞ്ചസാരയുടെ വിലയും വർദ്ധിപ്പിച്ചേക്കും. നിലവിൽ കിലോയ്ക്ക് 21 രൂപ വിലയുള്ള പഞ്ചസാര 25 രൂപയ്ക്ക് നൽകാനാണ് ആലോചന. അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. സപ്ലൈകോയാണ് റേഷൻ കടകളിൽ പഞ്ചസാര എത്തിക്കുന്നത്. സപ്ലൈകോയുടെ പ്രതിസന്ധിയും ഉയർന്ന വിലയും മൂലം കഴിഞ്ഞ 10 മാസമായി മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള പഞ്ചസാരയുടെ വിതരണം മുടങ്ങിയിരുന്നു. അതേസമയം സപ്ലൈകോയുടെ ഈ നടപടി ജനദ്രോഹപരമാണെന്നും അടിയന്തരമായി പിൻവലിക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ വിലവർധന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടിയായി മാറി. വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും നട്ടം തിരിയുന്ന ജനങ്ങളെ ഈ ഓണക്കാലത്ത് പിഴിയുന്നത് മര്യാദകേടാണ്. സർക്കാരിന്റെ ദൂരത്തിന് പണം കണ്ടെത്താൻ പാവം ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സാധാരണക്കാരും തൊഴിലാളികളുമാണ് ഓണക്കാലത്തും അല്ലാതെയും സപ്ലൈകോയെ ആശ്രയിക്കുന്നത്. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ പൊറുതിമുട്ടുന്ന അവരെ പിഴിഞ്ഞെടുക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു.